തൃശൂർ ഇരിഞ്ഞാലക്കുട ITU ബാങ്കിലെ കോൺഗ്രസ് തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് നിക്ഷേപകർ. 36 വർഷം ബാങ്ക് ചെയർമാനായിരുന്ന KPCC സെക്രട്ടറി MP ജാക്സണും കൂട്ടാളികളും പദ്ധതിയിൽ കോടികൾ തട്ടിയെന്ന് നിക്ഷേപകർ. 23 വായ്പകളിൽ നിന്ന് 124 കോടി കിട്ടാക്കടമുണ്ട്. അത്തം മുതൽ ബാങ്കിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നിക്ഷേപകർ. സഹകരണ വകുപ്പിന്റെ നിയമങ്ങൾ അടക്കം കാറ്റിൽ പറത്തിയാണ് ബാങ്കിൽ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വൻ തട്ടിപ്പ് നടന്നത്. പലർക്കും തോന്നും പോലെ വായ്പകൾ നൽകി. ഒരു കുടുംബത്തിലെ തന്നെ 2 പേരിൽ നിന്നായി ലഭിക്കാനുള്ളത് 17 കോടി. പലർക്കും നിയമപരമായി അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ തുക വായ്പ നൽകി. വായ്പാ തട്ടിപ്പുകൾ പുറത്തുവരാതിരിക്കാൻ കോർ ബാങ്കിംഗ് സിസ്റ്റം അട്ടിമറിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി. വർഷങ്ങളോളം ജോലി ചെയ്ത് സ്വരുക്കൂട്ടിയ പണമാണ് പലർക്കും നഷ്ടമായത്. അത് ഡെപ്പോസിറ്റ് ഏകദേശം ഒരു 15 ലക്ഷത്തോളം വരും. ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഒരു 10 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ കിട്ടിയതിൽ നിന്ന് തുച്ഛമായ സാലറിയിൽ നിന്ന് കിട്ടിയ വരുമാനം അതിൽ കുറച്ച് കൂട്ടി വെച്ചതാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. ഇപ്പം എനിക്ക് ഒന്നുമില്ല. അതെ, എൻ്റെ മോളിപ്പോൾ +2 കഴിഞ്ഞു. ഇനിയൊരു തുടർ വിദ്യാഭ്യാസത്തിനാണ് എനിക്ക് പൈസ വേണ്ടത്. ആ ഒരു പൈസയാണ് ഇപ്പോൾ ക്യാൻസലായി കിടക്കുന്നത്. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ ആരോഗ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച നീക്കിയിരിപ്പാണ് കോൺഗ്രസ് ഭരണസമിതി കട്ടുമുടിച്ചതെന്ന് നിക്ഷേപകർ പറഞ്ഞു. ഞാനൊക്കെ എൻ്റെ മക്കളുടെ പഠിപ്പ്, വിവാഹം അടുത്ത് നിൽക്കണ എൻ്റെ 2 പെൺമക്കളാണ്. എനിക്കിപ്പോൾ 53 വയസ്സ് കഴിഞ്ഞു. ഇനിയൊരു ഏൺ ചെയ്തിട്ട് മക്കളുടെ ആവശ്യങ്ങൾ വൃത്തിയായിട്ട് നടത്താൻ പറ്റില്ല. മാനസികാവസ്ഥ ഉറക്കില്ല. ആത്മഹത്യയുടെ വക്കീലാണ്. പിന്നെ എൻ്റെ സഹോദരൻ്റെ പൈസയുണ്ട്. സഹോദരൻ്റെ മക്കൾ ഹയർ സ്റ്റഡീസിന് ഇപ്പോൾ MDS ചെയ്യാൻ അവന് ഡിപ്രഷനിലാണ്. അവരുടെ മക്കൾ ഉസ്ബെക്കിസ്ഥാൻ പഠിക്കുന്നുണ്ട്, ഒരു മോള്. അതിനൊക്കെ വെള്ളാങ്ങല്ലൂർ ബ്രാഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ കിടപ്പ് രോഗിയെ പോലെയാണ് അമ്മയും. അവരുടെയൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പലിശ കൊണ്ടാണ് അവരെ ദൈനംദിന കാര്യങ്ങൾ നടന്നുപോയത്. ബാങ്കിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നും MP ജാക്സൺ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം സമരം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ഓണദിനത്തിൽ ബാങ്കിന് മുന്നിൽ പട്ടിണി സമരം കിടക്കുമെന്നും നിക്ഷേപകർ പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.